എല്ലാ കൂട്ടുകാർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് പൂരിയാണ്. അതായത് വളരെ സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ടുള്ള പൂരി എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നാണ് നമ്മൾ നോക്കുന്നത്. അതിന് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്നും എന്തൊക്കെയാണ് അതിൽ ആഡ് ചെയ്ത് കൊടുക്കേണ്ടതെന്നുമാണ് നമ്മൾ ഇതിലൂടെ കാണിക്കുന്നത്. അപ്പം തീർച്ചയായിട്ടും എല്ലാവരും ഇത് പൂർണ്ണമായിട്ടും വീഡിയോ കാണണം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൂരി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യമായി വേണ്ടത് 1.5 കപ്പ് മൈദയാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. ആദ്യമായിട്ട് ഇതുപോലൊരു പാത്രത്തിലേക്ക് മൈദ ആഡ് ചെയ്യുക. 1.5 കപ്പ് മൈദയാണ് ആഡ് ചെയ്യുന്നത്. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നത് ആട്ടയോ അല്ലെങ്കിൽ ഗോതമ്പ് മാവോ നമുക്ക് ചേർക്കാം. ഏകദേശം ഒരു അര കപ്പ് ഒരു ആട്ടയാണ് ഇതിൻ്റെ അത് നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ മൈദയും ആട്ടയും ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഇതിൻ്റെ കൂടെ ഒരു സ്പൂൺ റവ കൂടെ ചേർക്കുകയാണ്. ഒരു സ്പൂൺ റവയും കൂടെ നമ്മൾ ചേർക്കുകയാണ്. പിന്നെ നമ്മൾ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അര സ്പൂൺ പഞ്ചസാരയാണ്. നമ്മളൊരു അര സ്പൂൺ പഞ്ചസാരയും കൂടെ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. പിന്നെ നമ്മൾ ചേർക്കാൻ പോകുന്നത് ഒരു സ്പൂൺ റിഫൈൻഡ് ഓയിലാണ്. വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ അങ്ങനെ ഏതെങ്കിലും ഒരു ഓയിൽ നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ അകത്തേക്ക്. പക്ഷേ പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ലെണ്ണയൊന്നും ഒഴിച്ചുകൂടാ. ഇത് തന്നെ നമ്മൾ ഒഴിക്കണം. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ് ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 1 സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് നമ്മൾ ചേർത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പാണ് അടുത്തതായി ചേർക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പ് നമ്മളിതിലേക്ക് ആഡ് ചെയ്യുന്നു. ഇതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത് വെള്ളമാണ്. ആവശ്യത്തിന് വെള്ളം, അതായത് ഏകദേശം നമ്മൾ ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്നതിനേക്കാൾ അല്പം കൂടെ ലൂസായിട്ട് വേണം ഇതിന് നമ്മൾ കുഴച്ചെടുക്കാനായിട്ട്. ആവശ്യത്തിന് വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഏകദേശം 1.5 കപ്പോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിക്കണം. വെള്ളം ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 1/4 കപ്പ് വെള്ളമാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മൾ നന്നായി ഇത് ഇളക്കി കൊടുത്ത ശേഷം നന്നായി കുഴച്ചെടുക്കുക. ഇതുപോലെ ആവശ്യത്തിന് വെള്ളം ചേർത്തതിന് ശേഷം നമ്മൾ നന്നായി കുഴച്ചു കൊടുക്കുക. കുറച്ച് ലൂസായിട്ട് കുഴയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മളിതിങ്ങനെ കുഴച്ചതിന് ശേഷം ഇതിൽ നമുക്ക് അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. കുറച്ചുകൂടി സോഫ്റ്റ് ആവാനായിട്ട് നല്ലതായിരിക്കും. ഏകദേശം നമ്മൾ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. എന്നിട്ട് നമ്മളിത് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂടി വെക്കണം. പ്രത്യേകം ശ്രദ്ധിക്കുക, മൂടി തന്നെ വെക്കണം. ഏകദേശം അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ മാവ് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഉരുളകളാക്കാം. നമ്മൾ ഈ മാവിൽ നിന്നും ഏകദേശം ഒരു ചെറിയ ഉരുളയാക്കുക. ഇതുപോലെ മാവെടുത്ത ശേഷം ഏകദേശം ചപ്പാത്തിക്ക് ഉപയോഗിക്കുന്ന അത്രയും വലിപ്പം വേണ്ട, അതിനേക്കാൾ ഏകദേശം ഒരു ചെറിയ ഉരുള എടുക്കുക. നന്നായി ഇങ്ങനെ ഒന്നുകൂടി ഉരുട്ടുക. അതിനുശേഷം നമ്മൾ പരത്തിയെടുക്കാൻ വേണ്ടി പോവാണ്. പരത്തുന്നതിന് മുന്നേ അല്പം ഞാനിവിടെ എടുത്തിരിക്കുന്ന മൈദമാവാണ്. അല്പം മൈദമാവ് ഇതുപോലെ തൂളി കൊടുക്കുക. ഈ ഉരുള ഇവിടെ വെച്ചതിന് ശേഷം നമുക്ക് ഈ പൂരി റൗണ്ടിൽ കിട്ടാൻ വേണ്ടി ഒരു ട്രിക്ക് ഉണ്ട്. നമ്മൾ ഈ കൈ ഇതുപോലെ തന്നെ വയ്ക്കുക. ഇതിൻ്റെ ഇപ്പുറത്തെ വശം ഇത് കയ്യിൽ ഇങ്ങനെ വയ്ക്കുക. എന്നിട്ട് നമ്മൾ പരത്തുമ്പോഴേക്കും ഈ വടി ഇതിങ്ങനെ കിടന്ന് കറങ്ങിക്കോളും. അതിൻ്റെ ഒപ്പം തന്നെ ഈ പൂരിയും മൂവ് ആവുന്നത് നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ഇത് റൗണ്ടായിട്ട് കിട്ടുന്നതാണ്. എല്ലാവർക്കും ഫസ്റ്റ് പറയുമ്പോഴത്തേനും മനസ്സിലാകത്തില്ലായിരിക്കും, പക്ഷേ ഒരുപാട് പ്രാവശ്യം നമ്മൾ ചെയ്ത് കഴിയുമ്പോഴത്തേനും എളുപ്പമാവും. ഞാൻ ഏകദേശം എല്ലാ പൂരിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം ഇത്രയും പൂരികളാണ് കിട്ടിയത്. ഇനി നമുക്കിത് ഓയിലിൽ കുക്ക് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം.
പൂരി ഫ്രൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് സൺഫ്ലവർ ഓയിലാണ്. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചുള്ള ഓയിൽ എടുക്കാം, ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഉപയോഗിക്കാം. ഇത് നമ്മൾ ചൂടാകുന്നവരെ വെയിറ്റ് ചെയ്യാം. നന്നായി ചൂടാവണം, അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്യാം. ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. നമ്മൾ അതിലേക്ക് പൂരി ഇട്ട് കൊടുക്കാൻ പോവാണ്. നമ്മൾ പൂരി ഇട്ട് കൊടുക്കാൻ വേണ്ടി പോവാണ് ഇതിലേക്ക്. നന്നായി വീർത്ത് വന്നിട്ടുണ്ട്, എനിക്ക് കാണാൻ സാധിക്കും. വളരെ എളുപ്പമാണ്, പെട്ടെന്ന് തന്നെ ഇത് വേഗം. ഒരുപാട് നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. നല്ല സോഫ്റ്റ് ആണ്, കാണുന്നുണ്ടല്ലോ. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള, നന്നായി വീർത്ത് വന്നിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൂരി ഇടാൻ പോവാണ്. ഇങ്ങനെ ചെറുതായി പ്രസ് ചെയ്ത് കൊടുക്കുമ്പോൾ ഇത് വീർത്ത് വരും. വീണ്ടും മറിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ സോഫ്റ്റ് ആയിട്ടുള്ള പൂരി എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കിയത്. ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പൂരി ഉണ്ടാക്കേണ്ടത്. എന്നിരുന്നാൽ പോലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിത് ഷെയർ ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുകയും മാക്സിമം സപ്പോർട്ട് ചെയ്യാൻ വേണം. കൂടാതെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഇത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരേക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ, ടേക്ക് കെയർ.